Hi friends, welcome back. Vivo ഫോണുകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സീരീസ് ആണ് വിവോയുടെ വി സീരീസ്. അതിൽ തന്നെ ഏറ്റവും പുതിയ, ഏറ്റവും സ്ലിമ്മസ്റ്റ് ആൻഡ് ലൈറ്റ് വെയിറ്റ് ആൻഡ് സ്റ്റൈലിഷ് ലുക്കിലുള്ള വിവോ V29e ആണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇന്ന് ഇതിന്റെ ഒരു അൺബോക്സിംഗ് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷൻ ആണ്. അപ്പോൾ ഈ കാണുന്നതാണ് വിവോ V29e എന്ന ഫോണിന്റെ ബോക്സ്. ഓപ്പൺ ചെയ്യുമ്പോൾ മുകളിൽ തന്നെ ഫോണാണ് ഇരിക്കുന്നത്. സോ അപ്പോൾ നമ്മൾ ഫോൺ കയ്യിലോട്ട് എടുക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം വിവോ V29e. ഈ ഒരു കളറിന് ഇവർ പറയുന്നത് ആർട്ടിസ്റ്റിക് റെഡ് എന്നാണ്. കളർ ചേഞ്ചിങ് ഗ്ലാസ് ആണ്, അതായത് ഇത് കളർ ചേഞ്ചിങ് ആണ്. ഞാനിവിടെ കാണിച്ചു തരാം. ഇതാണ് ഇതിന്റെ നോർമൽ ആയിട്ടുള്ള ഒരു കളർ. വെയിലൊക്കെ കൊള്ളുമ്പോൾ ഈ രീതിയിലേക്കൊന്നും മാറുകയും ചെയ്യും ഈ ഒരു കളർ. ശരിക്കും പറഞ്ഞാൽ കർവ്ഡ് ഡിസ്പ്ലേക്കുള്ള ഇത്രയും സ്ലിം ആയ ഒരു ഫോൺ ഇത് ആദ്യമായിട്ടാണ് തോന്നുന്നു അല്ലേ? എന്തായാലും വളരെ സ്ലിം ആണ്. 7.5mm അൾട്രാ സ്ലിം ബോഡിയാണ് ഇതിൽ വരുന്നത്. 180 ഗ്രാം മാത്രമാണ് വെയിറ്റ്. ഗ്ലാസ് ഡിസൈൻ ആണ് വരുന്നത്. ഫ്രണ്ടും ബാക്കൊക്കെ ഗ്ലാസ് ഡിസൈൻ ആണ്. ആ ഒരു ഗ്ലാസ് ഡിസൈനിലാണ് ഈ ഒരു സൈഡിലായിട്ട് റൂബി ഡയമണ്ട് പാറ്റേൺ ഒക്കെ കൊടുത്തിരിക്കുന്നത്. എന്തായാലും കാണാൻ നന്നായിരിക്കുന്നു അല്ലേ? പിന്നെ ഇതിന് വേറൊരു കളർ കൂടിയുണ്ട്, ആർട്ടിസ്റ്റിക് ബ്ലൂ എന്നൊരു കളർ. സോ മൊത്തത്തിൽ ഇത് വിവോയുടെ ഒരു മാസ്റ്റർ പീസ് ഡിസൈൻ ആണ് എന്ന് പറയാം. ഇതിന്റെ ഫ്രണ്ട് സൈഡിലെ കർവ്ഡ് ഡിസ്പ്ലേ നിങ്ങൾക്ക് കാണാം. നല്ല സ്മൂത്ത് ആയ ഒരു കർവ്ഡ് ഡിസ്പ്ലേ ആണ്. 120 ഹെർട്സിന്റെ 6.78 ഇഞ്ച് വരുന്ന ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 1.7 ബില്യൺ കളറൊക്കെയാണ് ഈ ഡിസ്പ്ലേയിൽ ഉള്ളത്. നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്. സൺലൈറ്റ് വിസിബിലിറ്റിക്കൊന്നും യാതൊരു ഇഷ്യൂസും ഇല്ല. ഒപ്പം തന്നെ കണ്ടന്റും കാര്യങ്ങളൊക്കെ കാണാനും വളരെ നൈസാണ്. നല്ല ക്വാളിറ്റി ഉണ്ട്. നിങ്ങൾ ഇവിടെ കാണുന്ന പോലെ വൈഡ് വൈൻ L1 സർട്ടിഫിക്കേഷൻ ഒക്കെ ഉണ്ട്. സോ ഫുൾ HDയിൽ തന്നെ കണ്ടന്റുകളൊക്കെ നമുക്ക് സ്ട്രീം ചെയ്ത് കാണാം. HDR കേപ്പബിലിറ്റി നോൺ ആണ് കാണിക്കുന്നത്. ബട്ട് എങ്കിലും ഡിസ്പ്ലേ ക്വാളിറ്റി നിങ്ങൾ ഈ കാണുന്ന തരത്തിൽ അടിപൊളിയായിട്ടുണ്ട്. സോ നല്ല ഡിസൈനിലും നല്ല കർവ്ഡ് ഡിസ്പ്ലേയും ഒക്കെ ആയിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഇതിന് താഴത്തെ സൈഡിൽ ഹൈബ്രിഡ് സിം സ്ലോട്ടാണ് ആദ്യം കാണുന്നത്. അതായത് 2 സിം അല്ലെങ്കിൽ ഒരു സിം മെമ്മറി കാർഡ് എന്ന രീതിയിൽ ഇതിൽ ഉപയോഗിക്കാം. പിന്നെ ടൈപ്പ് സി പോർട്ട്, മെയിൻ മൈക്രോഫോൺ, സ്പീക്കർ ഗില്ല്, റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ, വോളിയം ബട്ടൺ, ടോപ്പ് സൈഡിൽ നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോൺ, ലെഫ്റ്റ് സൈഡ് ക്ലീൻ ആണ്, പ്രത്യേകിച്ചൊന്നുമില്ല. സോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഡിസൈൻ. പിന്നെ ഇതിൽ ബോട്ടം ഫയർ സ്പീക്കർ, മോണോ സ്പീക്കർ ആണ് വരുന്നത്. അതിന്റെ ക്വാളിറ്റി ഞാനൊന്ന് കേൾപ്പിച്ചു തരാം. മനസ്സിലായല്ലോ? അത്യാവശ്യം നല്ല ക്വാളിറ്റിയും ക്ലാരിറ്റിയും ഒക്കെ ഉള്ള ഒരു സൗണ്ടാണ് തരുന്നത്. എങ്കിലും ആ ഒരു ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ ഉണ്ടായിരുന്നെങ്കിൽ ഒന്നുകൂടി ഒന്ന് നന്നായിരുന്നു. സോ ഇതിന്റെ ഡിസൈൻ, ഡിസ്പ്ലേ, ഈ 2 ഘടകങ്ങൾ മനസ്സിലായല്ലോ. ഇനി ഇതിന്റെ പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല സ്മൂത്ത് ആയ ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം കുറച്ച് പരസ്യ ആപ്ലിക്കേഷനുകളൊക്കെ ഉണ്ട്. വേണ്ടാത്തതൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. ഇവരുടെയൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ തന്നെയാണ്. സോ അതൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞ് നിങ്ങൾക്ക് ക്ലീൻ ആക്കി ഉപയോഗിക്കാവുന്നതാണ്. ഫണ്ട് ചോയ്സ് 13 വരുന്നത്. ആൻഡ്രോയിഡ് 13 ബേസ്ഡ് ആണ്. സ്നാപ്ഡ്രാഗൺ 695 ഇതിൽ വരുന്ന പ്രൊസസർ. അത്യാവശ്യം കേപ്പബിൾ ആയ പ്രൊസസറാണ്. ഒരുപാട് ഫോണുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. നോർമൽ യൂസിനൊന്നും യാതൊരു വിഷയവുമില്ല. വളരെ നൈസായിട്ടുള്ള ഒരു പെർഫോമൻസ് കിട്ടും. അത്യാവശ്യം ഗെയിമുകളും നമുക്ക് ഇതുപോലെയൊക്കെ നൈസായിട്ട് കളിക്കാൻ പറ്റും. ഗെയിം കളിക്കുമ്പോഴൊന്നും ഓവർ ഹീറ്റിംഗ് പോലുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല. എവിടെയായാലും സ്മൂത്ത് ആയ പെർഫോമൻസ് ഉണ്ട്. 2 റാം ആൻഡ് സ്റ്റോറേജ് വേരിയന്റ് ആണ് വരുന്നത്. 8GB റാം 128GB സ്റ്റോറേജും 8GB റാം 256GB സ്റ്റോറേജും 8GB വിർച്വൽ റാം കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഹൈബ്രിഡ് സിം സ്ലോട്ട് ആണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യാവുന്നതാണ് മെമ്മറി കാർഡ് ഇട്ടുകൊണ്ട്. എന്തായാലും മൊത്തത്തിൽ പെർഫോമൻസിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സ്മൂത്ത് ആയ എക്സ്പീരിയൻസ് ഈ ഒരു ഫോൺ തരുന്നുണ്ട്. ഇനി ഇതിന്റെ ക്യാമറയാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് വിവോ ഫോൺ ക്യാമറയാണ് പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഒരു പ്രയോറിറ്റി കൊടുക്കുന്നത്. പ്രത്യേകിച്ചും സെൽഫി ക്യാമറ നല്ല ക്വാളിറ്റി ഉണ്ടാവും നമുക്കറിയാം. നമുക്കൊന്ന് എടുത്ത് നോക്കാം കുറച്ച് ഇമേജ് സാമ്പിളുകൾ. മെയിൻ ക്യാമറ ഇമേജുകളാണ് നിങ്ങളിവിടെ കാണുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഇമേജുകൾ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. യാതൊരു ഇഷ്യൂ ഇല്ല. ഡേ ലൈറ്റിലും ആർട്ടിഫിഷ്യൽ ലൈറ്റിലും ഒക്കെ നല്ല ക്വാളിറ്റിയുള്ള ഇമേജുകൾ. 50 MP ഓട്ടോ ഫോക്കസ് സെൽഫി ക്യാമറയാണ് നമുക്ക് ഫ്രണ്ടിൽ വരുന്നത്. മെയിൻ ക്യാമറ 64 മെഗാപിക്സലിന്റെ OIS ക്യാമറയാണ് വരുന്നത്. 8 മെഗാപിക്സലിന്റെയാണ് വൈഡ് ആംഗിൾ ക്യാമറ. അതിന്റെ ക്വാളിറ്റിയും നിങ്ങൾക്ക് ഇവിടെ കാണാം. പിന്നെ ഇതിൽ വെഡ്ഡിംഗ് സ്റ്റൈൽ പോർട്രേറ്റ് പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അതൊക്കെ ക്യാമറയിൽ നിന്നും ഈ ഒരു ഓപ്ഷനിലൂടെ എനേബിൾ ചെയ്തുകൊണ്ട് ഫോട്ടോസ് എടുക്കാവുന്നതാണ്. പിന്നെ ബോക്കെ ഫ്ലെയർ പോർട്രേറ്റ്, അത് 3-4 തരത്തിൽ നമുക്ക് എടുക്കാൻ പറ്റും. ഹാർട്ട് ഷേപ്പിലോ അങ്ങനെ പല തരത്തിലുള്ള ബ്ലറുകൾ കൊടുത്തുകൊണ്ട് നമുക്ക് എടുക്കാൻ സാധിക്കും. പിന്നെ സൂപ്പർ നൈറ്റ് മോഡ് എന്ന നൈറ്റ് മോഡ് കൂടിയുണ്ട്. നിങ്ങൾക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള നൈറ്റ് ഫോട്ടോസ് എടുക്കാം. അങ്ങനെ എടുക്കുമ്പോൾ തന്നെ അതിന്റെ പ്രിവ്യൂ കണ്ടുകൊണ്ട് തന്നെ എടുക്കാം എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഗുണം. വീഡിയോയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വീഡിയോസ് നമുക്ക് മെയിൻ ക്യാമറ കൊണ്ടും സെൽഫി ക്യാമറ കൊണ്ടും എടുക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം മെയിൻ ക്യാമറ സാമ്പിളുകൾ. അത്യാവശ്യം നല്ല ക്വാളിറ്റി, സ്റ്റെബിലൈസേഷൻ ഒക്കെ ഉണ്ട്. ഫ്രണ്ട് ക്യാമറയിലും ഈ കാണുന്ന തരത്തിലുള്ള ഒരു ക്വാളിറ്റിയാണുള്ളത്. കുറച്ചുകൂടി നല്ലൊരു സ്റ്റെബിലൈസേഷൻ ആവാം എന്ന് തോന്നി. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഓക്കെ ആണോ എന്നുള്ളത് നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. എന്തായാലും പോർട്രേറ്റ് ഇമേജുകൾ കാണുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. ഇത് ബെസ്റ്റ് പോർട്രേറ്റ് ക്യാമറ എന്ന് വേണമെങ്കിൽ പറയാമെന്ന് തോന്നുന്നു അല്ലേ? നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് ഷെയർ ചെയ്യാം. സോ അപ്പോൾ ക്യാമറയെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയല്ലോ. അത്യാവശ്യം നല്ലൊരു ക്യാമറ കൊടുത്തിട്ടുണ്ട്. സെൽഫി ക്യാമറ തീർച്ചയായിട്ടും നന്നായിരിക്കുന്നു. ഇനി ഇതിന്റെ ബാറ്ററി 5000 mAh ബാറ്ററിയാണ് വരുന്നത്. 44 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 24 ഡയമെൻഷൻ സെക്യൂരിറ്റി കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് ഈ ചാർജിങ്ങിന്റെ, ഈ ഫാസ്റ്റ് ചാർജിങ്ങിന് വേണ്ടിയിട്ട്. നല്ല കാര്യം തന്നെ, സേഫ് ആയിട്ട് ഉപയോഗിക്കാം. എന്തായാലും ഡീസന്റ് ആയ ഒരു ബാറ്ററി ലൈഫ് തരുന്ന ഒരു ഡീസന്റ് ഫാസ്റ്റ് ചാർജിങ് ഉള്ള ഒരു ഫോൺ എന്ന് പറയാം.
പിന്നെ കോൾ ക്വാളിറ്റി പോലുള്ള കാര്യങ്ങളിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഡീസൻ്റ് ആയ ഒരു കോൾ നെറ്റ്വർക്ക് റിസപ്ഷനും കോൾ ക്വാളിറ്റിയും ഒക്കെ ഉണ്ട്. 5G ബാൻഡുകൾ 6-7 ഒക്കെ വരുന്നുണ്ട്. സോ അവിടെയും വലിയ വിഷയങ്ങൾ വരുന്നില്ല. ഓവറോൾ നെറ്റ്വർക്ക് കോൾ ക്വാളിറ്റി എല്ലാം ഓക്കെയാണ്. സോ മൊത്തത്തിൽ വിവോ V29e എന്ന ഫോണിലേക്ക് വരുമ്പോൾ നല്ല സ്റ്റൈലിഷ് ആയ ഒരു റെഡ് കളറുള്ള ഒരു ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. നന്നായിരിക്കുന്ന ഒരു ഡിസൈൻ. അതേപോലെ തന്നെ പെർഫോമൻസ്, ക്യാമറ, ബാറ്ററി എല്ലാം കൊണ്ടും അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു ഡീസൻറ്റ് ലെവലിലുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു 25-30 രൂപയിൽ വിവോ ഫോണുകൾ എന്ന് പറയുമ്പോൾ ഈ ഒരു ലെവലിൽ തന്നെയാണ് വരിക. ഇത് അതിൻ്റെ ഏറ്റവും നല്ല ഒരു ലെവലായിട്ട് നമുക്ക് പറയാമല്ലേ. എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത്? വിവോ ഫോണിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. ഇതിൻ്റെ പ്രൈസ് എനിക്കിപ്പോഴേക്കും അറിയില്ല. അറിയുന്ന വഴിക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. ഏകദേശം 25-30 രൂപ റേഞ്ച് വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്തോളൂ. പർച്ചേസ് ചെയ്യണമെന്നുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. പിന്നെ ഇതിൻ്റെ സെയിൽ ഡേറ്റ് നോക്കി കഴിഞ്ഞാൽ ഓഗസ്റ്റ് 28 മുതൽ പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സെപ്റ്റംബർ 7 മുതലാണ് അവൈലബിൾ ആയി തുടങ്ങുക. സോ ഇതും കൂടി ഒന്ന് നോട്ട് ചെയ്തോളൂ. സോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.